ഹായ് ഓൾ. ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് പാരൻസിനോടാണ്. നമ്മുടെ മക്കൾ പുതിയ യൂണിഫോമുകളും പുതിയ പുസ്തകങ്ങളൊക്കെ ആയിട്ട് പുതിയ ക്ലാസ് റൂമുകളിലേക്ക് പോയി, അല്ലേ, പുതിയ അക്കാദമിക് ഇയർ തുടങ്ങി. വളരെ സന്തോഷത്തോടു കൂടി അവരൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് എനിക്ക് തുടങ്ങാനുള്ളത്. ഈസ് യുവർ ചൈൽഡ് പ്രിപ്പയറിംഗ് ഫോർ ടുമോറോസ് വേൾഡ് ഓർ യെസ്റ്റർഡേയ്സ് വേൾഡ്? കഴിഞ്ഞ് പോയ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾക്ക് വേണ്ടിയാണോ നമ്മുടെ മക്കൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാളേക്ക് വേണ്ടിയാണോ? നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ച് അവർക്ക് എന്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, അവർ നല്ല നിലയിലെത്തണം എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? അതിൽ ജോലി, കരിയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ നമ്മുടെ മക്കളുടെ ജോലിയെക്കുറിച്ച്, അവർ ജോലി ചെയ്യുന്ന കാലഘട്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവകരമായൊരു കാര്യമാണ്, അല്ലേ? അവർ ഒരു പക്ഷേ ജോലി ചെയ്യുന്നത് 2040-കളിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമൊക്കെ ആയിരിക്കും. ആ സമയത്ത് ലോകം എങ്ങനെയായിരിക്കും, അന്നത്തെ ജോലികൾ എന്തായിരിക്കും എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടോ? അല്ല, നമ്മൾ പണ്ട് വിചാരിച്ച 90s അല്ലെങ്കിൽ 2000-കളിലൊക്കെ ഉള്ള അതേ ജോലി, അതേ പാറ്റേണിൽ വേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെടുകയാണോ നമ്മുടെ മക്കൾ എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ലോകത്ത് വന്നിട്ടുള്ള ചേഞ്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രിപ്പറേഷനിലും അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഇൻപുട്സിലും നമ്മൾ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. പണ്ട് മെമ്മറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലേ? കാണാപ്പാഠം പഠിക്കുക, ഫിക്സ്ഡ് ആയിട്ടുള്ള കരിയേഴ്സ് ആയിരുന്നു. കൃത്യമായി ഇന്ന ഒരു പാറ്റേണിൽ ഇങ്ങനെ പോവുക, എന്നിട്ട് ഇന്ന ജോലിയിലേക്ക് എത്തിപ്പെടുക, ഇന്ന എക്സാം എഴുതുക, ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുക. ഇതായിരുന്നു പണ്ടുണ്ടായിരുന്നൊരു പാറ്റേൺ, അല്ലേ? ഡിഗ്രി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമാകുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു മുമ്പ് കാലത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആയിട്ടുണ്ട്, അല്ലേ? AI ഓട്ടോമേഷൻ വരുന്നു, അതേപോലെ തന്നെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വരുന്നു, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. അതേപോലെ തന്നെ കരിയേഴ്സ് എന്ന് പറയുന്നത് റാപ്പിഡ്ലി ചേഞ്ചിങ് ആണ്. ഇന്നുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി നാളെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര വലിയ സംഭവമായിട്ട് വിചാരിച്ച കാര്യം നാളെ AI വന്നിട്ട് അത് റീപ്ലേസ് ചെയ്യുന്നു, അത് കംപ്ലീറ്റ്ലി ഇല്ലാതാവുന്നു. അപ്പം നമുക്ക് ഈ AI ലോകത്ത് അല്ലെങ്കിൽ പുതിയ ലോകത്ത് സർവൈവ് ചെയ്യാൻ വേണ്ട സോഫ്റ്റ് സ്കിൽസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് എവിടെയും സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കാൻ. അവിടെയാണ് ഈ നമുക്ക് ഒരു രണ്ടാമത്തെ ചോദ്യം, ഈ സ്കൂൾസ് അലോൺ ഇനഫ്, അല്ലേ? നമുക്ക് സ്കൂൾ മാത്രം മതിയോ? സ്കൂളുകളിലൂടെ മാത്രം നമുക്ക് ഈ ഒരു പുതിയ ലോകത്തിനു വേണ്ടി നമ്മുടെ മക്കളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഗൗരവകരമായൊരു ചോദ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവിടെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള അക്കാദമിക് പാർട്ട്, സ്കൂളുകളിലൂടെയൊക്കെ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ പോകുന്ന അക്കാദമിക് പാർട്ട് എന്താ? സ്കൂൾ എക്സാംസിന് വേണ്ടി പഠിക്കുന്നു, അതേപോലെ തന്നെ മാർക്സ്, അല്ലേ? നമ്മളിപ്പോൾ പോലും നോക്കുന്ന എന്താ? കുട്ടി ടോപ്പറാണോ, അല്ലെങ്കിൽ മാർക്സ് കിട്ടുന്നുണ്ടോ? അത് മാത്രം ഒരു മാർക്സ് തീരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. മാർക്സ് മാത്രം വിചാരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു. അതേപോലെ തന്നെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ മാത്രം പഠിക്കുന്നു. അതേപോലെ തന്നെ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷമൊക്കെ ആലോചിച്ചാൽ മതി. 10ന് ശേഷമാണ് വളരെ ഗൗരവത്തോടു കൂടി കരിയറിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്നൊക്കെ പറയുന്നത്, എൻട്രൻസ് എക്സാംസ് ഒക്കെ സ്ട്രെസ്സാണ്, നമ്മുടെ മക്കൾക്ക് അങ്ങനെ സ്ട്രെസ്സൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള കുറച്ച് കൺവെൻഷണൽ ചിന്തകൾ നമുക്കുണ്ട്. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഈ കാര്യങ്ങളെല്ലാം അത് പഴയ കാലഘട്ടത്തിൻ്റെ ചിന്തകളാണെന്ന് മനസ്സിലാവുകയും നമ്മൾ വളരെ ലേറ്റായി പോവുകയും ചെയ്യുന്നു, നമ്മുടെ മക്കൾ വളരെ പിന്നിലായി പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ചിന്തയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അക്കാദമിക് പാർട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുക? വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്, എങ്കിലും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസെപ്ച്വൽ ആയിട്ടുള്ള ലേണിംഗ് വളരെ നേരത്തെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ, ശരിയാണ്, പിന്നെ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ആ ഒരു കരിയർ പാത്തുകളൊക്കെ മാറുന്നുണ്ട്. പക്ഷേ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡിഗ്രി എടുക്കുന്നു, അതിൻ്റെതായ ഒരു ജോലി, അങ്ങനെ എന്നുള്ളതിനപ്പുറത്ത് കുറച്ചുകൂടി കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. മാറുന്ന ലോകത്തടക്കം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സയൻറ്റിഫിക് തിങ്കിങ്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ കൺസിസ്റ്റൻറ്റ് അക്കാദമിക് ഡിസിപ്ലിൻ, ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ചില കുട്ടികളുണ്ട്, എക്സാമിന് തലേന്നിരുന്നാൽ അവർക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ പാരൻസ് പറയാം, എന്തായാലും അവൻ തലേന്നിരുന്നാൽ പഠിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് അത് മതി, അല്ലേ? അവിടെ ശരിയാണ്, എക്സാം മാർക്സ് അല്ലെങ്കിൽ സ്കൂളിലുള്ള എക്സാംസിൻ്റെ മാർക്ക് അവന് കിട്ടുന്നുണ്ട്, ടോപ്പർ ആവുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു ഡിസിപ്ലിൻ ബിൽഡപ്പ് ചെയ്ത് വരില്ല. അപ്പോൾ അവിടെയാണ് ഒരു ഭാവിയിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി പറ്റുക എന്ന് പറയുന്നത് പഠനത്തിൻ്റെ കാര്യത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പോഷർ ടു കോമ്പറ്റേറ്റീവ് എക്സാം പാറ്റേൺസ്, അല്ലേ? നമുക്കറിയാം, സ്കൂൾ പ്രായത്തിൽ തന്നെ അവർക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട്, ഒരുപാട് ഒളിമ്പിയാഡ് എക്സാംസ് ഉണ്ട്, വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ് അവർക്ക് എഴുതാൻ സാധിക്കും. ഞാൻ പറയുന്നത് ആ എക്സാമൊക്കെ എഴുതിയിട്ട് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുക, പൈസ കിട്ടുക എന്നുള്ളതല്ല, അത് വളരെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ
അങ്ങനെയുള്ള ഒരു പാറ്റേണിലേക്ക് അവർ ഫെമിലിയർ ആവുക, അതിന് എക്സ്പോഷർ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നമ്മൾ വഴിയൊരുക്കുന്നുണ്ടോ? 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന 10ഓളം എക്സാംസ് ഞാൻ ഇപ്പോൾ എണ്ണിത്തരാം. പക്ഷേ നമ്മൾ അതിലൊന്നുപോലും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ മക്കൾക്ക് എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ കരിയർ അവയർനെസ്, ഒരു മിഡിൽ സ്കൂളിൽ തന്നെ കരിയർ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും, അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെയാണ് ഈ ലോകത്ത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് നമുക്ക് മുമ്പിലുള്ള വഴികൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ രൂപത്തിൽ ചേഞ്ച് ആവാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള വഴി കുറച്ചുകൂടി എളുപ്പമായിരിക്കും, ലോങ് ടേം സക്സസ് ആയിരിക്കും അതുകൊണ്ടുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ 2 കുട്ടികൾ എടുക്കുക. ഓക്കെ, ഒരേ സ്കൂളിൽ പഠിക്കുന്ന, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ എടുക്കുക. ഒരു സ്റ്റുഡൻറ്റ് എ എന്താ ചെയ്യുന്നത്? സ്റ്റഡീസ് ഓൺലി ഫോർ സ്കൂൾസ് എക്സാം, സ്കൂളിൻ്റെ എക്സാംസിന് വേണ്ടി മാത്രം പഠിക്കുന്നു. കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷനോ അല്ലെങ്കിൽ കരിയറിനെ കുറിച്ച് ആലോചനയോ 10ാം ക്ലാസ്സിന് ശേഷം മാത്രം തുടങ്ങുന്നു. ഇങ്ങനെയുള്ള ഒരു സ്റ്റുഡൻറ്റ് എയും ഒരു സ്റ്റുഡൻറ്റ് ബി നമ്മൾ എടുക്കുക. ഓക്കെ, ബിൽഡ് കൺസെപ്റ്റ് ഫ്രം ഗ്രേഡ് 6 ഓൺവേർഡ്സ്. ഒരു 6ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ 7ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്ക് തന്നെ അവർ കൺസെപ്ച്വൽ ആയിട്ടുള്ള ലേണിംഗ് തുടങ്ങുന്നു. ഡെവലപ്പ് അനാലിറ്റിക്കൽ തിങ്കിങ് ഏർലി, കുറച്ചും കൂടി അനാലിറ്റിക് ആയിട്ടുള്ള തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നു. ഗ്രാജുവൽ എക്സ്പോഷർ, ഒളിമ്പ്യാഡ്സിലേക്കും സ്കോളർഷിപ്പ് എക്സാംസിലേക്കൊക്കെ ഗ്രാജുവലി അവരിങ്ങനെ എക്സ്പോഷർ കിട്ടി പതിയെ അവർ ഡെവലപ്പ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ സ്റ്റുഡൻറ്റ് ബിക്ക് എത്ര സമയം കൂടുതൽ കിട്ടും അല്ലേ? അവർ 6ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ട് തന്നെ അവരിങ്ങനെ കുറേ എക്സാംസ് ഒക്കെ എഴുതുന്നു, കോമ്പറ്റീറ്റീവ്നെസ് അവർ മനസ്സിലാക്കുന്നു, ആ റിയൽ ആയിട്ടുള്ള കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനെ അവർ എക്സ്പോഷർ കിട്ടുന്നു. ഇങ്ങനെ വളരുന്ന സ്റ്റുഡൻറ്റ് ബി ആണോ സ്റ്റുഡൻറ്റ് എ ആണോ ഭാവിയിൽ സ്ട്രെസ്സ് കുറഞ്ഞ രൂപത്തിൽ കുറച്ചുകൂടി കോൺഫിഡൻസോടുകൂടി എൻട്രൻസ് എക്സാംസ് ആകട്ടെ, അങ്ങനെയുള്ള ഏത് പാത്തിലേക്കാകട്ടെ അവർക്ക് പോകാൻ ആർക്കായിരിക്കും? ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും സ്റ്റുഡൻറ്റ് ബി ആയിരിക്കും. കാരണം സ്റ്റുഡൻറ്റ് എ 10ാം ക്ലാസ്സിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോകത്തേക്ക് അവന് എക്സ്പോഷർ തന്നെ കിട്ടുന്നത്. സ്റ്റുഡൻറ്റ് ബി ആണെങ്കിൽ അത് വളരെ നേരത്തെ തുടങ്ങി, വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ അവന് റിലാക്സ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് അവന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇത് വളരെ ഒബ്വിയസ് ആണ്. ഇതിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? നമ്മൾ പലപ്പോഴും നമ്മൾ സ്റ്റുഡൻറ്റ് എ ആക്കുകയാണ് നമ്മുടെ മക്കളെ. 10ാം ക്ലാസ് വരെ ഫുൾ എ പ്ലസ് എന്ന് മാത്രമാണ് പറയുക, അല്ലെങ്കിൽ സ്കൂൾ ടോപ്പർ എന്നുള്ളത് മാത്രമാണ് പറയുക. അതിനപ്പുറത്തേക്ക് ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ലക്ഷ്യം അവർ പരമാവധിയൊക്കെ നിറവേറാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ, സ്കൂൾ ടോപ്പർ ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയേണ്ടത് അത് മാത്രമല്ല അല്ലേ. ഓക്കെ, ടോപ്പർ ആവണം എന്നുള്ള ലക്ഷ്യമൊക്കെ നമുക്ക് നിർണ്ണയിച്ചു കൊടുക്കാം, പക്ഷെ അത് മാത്രമല്ല അല്ലേ. കൺസെപ്റ്റൽ ലേണിംഗ് വേണം, കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പാറ്റേൺ, MCQ പാറ്റേൺ അതൊക്കെ ഫെമിലിയർ ആവണം, വളരെ നേരത്തെ തുടങ്ങണം. ഇതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് പരമാവധി എക്സാംസ് എഴുതിപ്പിച്ച് ഒളിമ്പ്യാഡുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചാൽ മാത്രമാണ് ഒരു +2 ഒക്കെ കഴിയുമ്പോഴേക്ക് നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തുള്ളൂ. മറ്റേതെന്താ വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ തലകുത്തി നിൽക്കേണ്ടി വരും. എന്നാൽ പോലും എവിടേക്കും എത്താൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും നമ്മൾ കാണുകയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ടോപ്പ് പെർഫോമേഴ്സ് നമ്മൾ എവിടെ നോക്കുകയാണെന്നെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഒരുപാട് പത്രവാർത്തകൾ കാണാറുണ്ട് അല്ലേ. പല റാങ്ക് 1 അല്ലെങ്കിൽ ടോപ്പ് 10 എത്തിയ കുട്ടികൾ സിവിൽ സർവീസ് ആകട്ടെ, JEE ആകട്ടെ, നീറ്റ് ആകട്ടെ, CUET ആകട്ടെ, അതിലൊക്കെ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് ട്രെയ്റ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നല്ല സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉണ്ടാവും, നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവും അവർക്ക്. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി, എപ്പോഴെങ്കിലും ചാടിക്കയറി വന്നിട്ട് എന്തെങ്കിലും ഒപ്പിച്ച് തിരിച്ചു പോകുന്ന ആൾക്കാരായിരിക്കില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ സ്റ്റഡീസ് അവർ കൊണ്ടുപോകും. അതുപോലെ തന്നെ കൃത്യമായ ഗൈഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് പഠിക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, എൻ്റെ പാത്ത് ഏതാണ് എന്നുള്ള കാര്യം കൃത്യമായ ഒരു മെൻറ്റർഷിപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. റെഗുലർ ആയിട്ടുള്ള അസസ്മെൻറ്റുകൾ അല്ലേ. ഈ ടോപ്പേഴ്സായ ആൾക്കാർ നോക്കിയാൽ അവർക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവും. മോക്ക് ടെസ്റ്റുകളിലൂടെയാണ് അവരെന്ത് ചെയ്യുക, സെൽഫ് റിഫൈൻ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. നല്ല ഫ്യൂച്ചർ പ്ലാനിങ് അവർക്കുണ്ടാവും. ഇത് പൊതുവേ നിങ്ങൾ ടോപ്പേഴ്സിനെ ആരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ട്രെയ്റ്റ്സ് ആണ് അല്ലേ. അതാണ് പറഞ്ഞത്, സക്സസ് ഈസ് റെയർലി ആക്സിഡൻ്റൽ. വളരെ റെയറായിട്ട് മാത്രമേ ആക്സിഡൻ്റൽ സക്സസ് നടക്കുള്ളൂ. കൃത്യമായ ഈ പാറ്റേണിലൂടെ പോയ ആൾക്കാർ തന്നെയാണ് ടോപ്പേഴ്സ് ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും പാരൻസ് വരുത്തുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ദേ സ്റ്റിൽ ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. കുറേ സമയമുണ്ടല്ലോ, 6ാം ക്ലാസ് എത്തിയിട്ടല്ലേ ഉള്ളൂ, 5ാം ക്ലാസ് എത്തിയിട്ടല്ലേ ഉള്ളൂ എന്നാണ് പറയുക. ശരിയാണ്, 5ാം ക്ലാസ് എത്തിയിട്ടേ ഉള്ളൂ. അവരെ കൊണ്ട് ഇപ്പം തന്നെ +2ൻ്റെ സിലബസ് പഠിപ്പിക്കണം എന്നല്ല പറയുന്നത്. അവരെ കൊണ്ട് അവർക്ക് പറ്റുന്ന പ്രായത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, 6ാം ക്ലാസ്സിലെ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിലെ ആ 2-3 ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് വലിയ പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. പക്ഷെ നമ്മൾ അവരെ ഇതിലേക്ക് ചുരുക്കുമ്പോൾ അവരവിടെ ചുരുങ്ങിപ്പോവാണ്. പിന്നെ അവർക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ 6ാം ക്ലാസ്സിലെ കുട്ടിയാണ്
അവർക്ക് ഇപ്പോൾ തന്നെ പതിയെ പതിയെ ഗ്രാജ്വൽ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വളരെ നേരത്തെ ഇതിനു വേണ്ടി തുടങ്ങിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കൺസെപ്റ്റ് ഗ്യാപ്പ് എന്ത് ചെയ്യും, വലുതാവും. 6ാം ക്ലാസ്സിൻ്റെയും 7ാം ക്ലാസ്സിൻ്റെയും തുടർച്ചയാണ് 8ാം ക്ലാസ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ തുടർച്ചയാണ് 9ാം ക്ലാസ്സിലും 10ലും പഠിക്കുന്നത്. 9ൻ്റെ തൊട്ട് അഡ്വാൻസ്ഡ് വേർഷനാണ് +1 സിലബസ്. 10ൻ്റെ തൊട്ട് അഡ്വാൻസ്ഡ് വേർഷനാണ് +2 സിലബസ്. അപ്പോൾ ഈ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും അവിടെ ഗ്യാപ്പ് വന്നാൽ, കൺസെപ്റ്റൽ ഗ്യാപ്പ് വന്നാൽ +2 വരെ അതെന്ത് ചെയ്യും, ഒരു ബേർഡൻ ആയി നിൽക്കും. കോമ്പറ്റീഷൻ ടഫറാകും അല്ലേ. ഒരു 6ാം ക്ലാസ്സിൽ നിന്ന് തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് അവർക്ക് ഒരു 7 വർഷത്തോളം കിട്ടുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന കുട്ടിക്ക് 2 വർഷമാണ് കിട്ടുക അല്ലേ. അവിടെ ആ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടഫറാവും. സ്ട്രെസ് ഇൻക്രീസസ്. സാധാരണ നമ്മൾ പറയാം കുട്ടികൾക്ക് ഇപ്പോഴേ സ്ട്രെസ് കൊടുക്കേണ്ടതാണ്. ഇപ്പോഴേ തുടങ്ങിയാൽ സ്ട്രെസ് ഇല്ലാതാവുക ചെയ്യുക. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്ട്രെസ് വരിക. അതേപോലെ തന്നെ കറക്റ്റിംഗ് ഫണ്ടമെൻ്റൽസ് ബിക്കം ഡിഫിക്കൽട്ട് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ സ്കൂൾ എക്സാംസിന് വേണ്ടി മാത്രം പഠിച്ചാൽ ആ ഫണ്ടമെൻ്റൽസ് അത് പല രൂപത്തിൽ മിസ്റ്റേക്കൻ ചെയ്യും. അതുപോലെ തന്നെ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി പ്രയാസകരമായിരിക്കും. അവിടെയാണ് എന്തൊക്കെ സ്കിൽസാണ് ഫ്യൂച്ചറിൽ പിന്നെ മാറ്റർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക അല്ലേ. ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, സയൻറ്റിഫിക് റീസണിങ്, അതേപോലെ തന്നെ മാത്തമാറ്റിക് പ്രൊഫഷൻസി, അതുപോലെ തന്നെ സെൽഫ് ലേണിംഗ് അബിലിറ്റി, AI ലിറ്ററസി പോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് നാളെയുടെ ലോകത്ത് പ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിലുള്ള ഒരു എക്സ്പോഷർ അവർക്ക് കൊടുക്കാൻ പാരൻസിന് സാധിക്കും. അവിടെയാണ് നമ്മൾ ഒരു 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു കൃത്യമായൊരു ഫൗണ്ടേഷൻ എക്സാം വൈ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതേ കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ്. നമ്മുടെ മക്കൾ സ്കൂളിലുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കുകളിലോ ആ സിലബസിലോ ഒതുങ്ങി, അല്ലെങ്കിൽ കൺവെൻഷനലായിട്ടുള്ള ആ ഒരു മെത്തേഡിൽ ഒതുങ്ങി പോകേണ്ടവരല്ല. അങ്ങനെ ഒതുങ്ങിയാൽ അവരുടെ ഫ്യൂച്ചർ അത്ര ബ്രൈറ്റ് ആയിരിക്കില്ല. അവരെ ഒരു 6th മുതൽ തന്നെ കുറച്ചുകൂടി നന്നായി കൊണ്ടുവരാൻ സാധിക്കും, നല്ല എക്സ്പോഷർ അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എക്സാം വൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ ഇതുവരെ തെളിയിച്ചിട്ടുള്ളത്. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പൊതുവെ അല്ലേ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് അത്തരം വിഷയങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. ഒരു സയൻസിലും മാത്സിലൊക്കെ ഉള്ള ഫണ്ടമെൻ്റൽസ് ബിൽഡ് ചെയ്യുക, അതേപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് ബിൽഡ് ചെയ്യുക, ഒരു സ്റ്റഡി ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾക്ക് അപ്പുറത്തേക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അസസ്മെൻറ്റുകൾ റെഗുലറായിട്ടുള്ള എല്ലാ ആഴ്ചകളിലും അസസ്മെൻറ്റുകൾ, അതേപോലെ തന്നെ ടേം എക്സാമുകൾ, ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അസസ്മെൻറ്റുകളിലൂടെ കടന്നു പോവുക എന്നുള്ളത് അവർക്ക് സാധ്യമാകുന്നു. പ്രോപ്പർ മെൻറ്റർഷിപ്പ് അല്ലേ. ഒരു കുട്ടിക്കൊരു മെൻറ്റർ ഉണ്ടാവും. ആ കുട്ടിയെ വിളിച്ച് സംസാരിക്കാൻ, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ട് കൂടി എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാൻ, അതിൽ എന്ത് തിരുത്തൽ വരുത്തണം എന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു മെൻറ്റർ നമ്മുടെ എക്സാം വൈയിൽ അവർക്കുണ്ടാകും. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്, അതിൻ്റെ അഡ്മിഷൻ ഈ വർഷത്തെ ഈ അക്കാദമിക് ഇയറിലെ അഡ്മിഷൻ ഈ ജൂൺ 30 കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു 1-to-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ്, അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം, ചാപ്റ്റർ വൈസ് അസസ്മെൻറ്റുകൾ, എക്സാമിനേഷൻസ്, അതേപോലെ തന്നെ പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പുകളും ടാലൻറ്റ് സെർച്ച് എക്സാമുകൾക്കും അതിനു വേണ്ട സ്പെഷ്യലായിട്ടുള്ള പ്രിപ്പറേഷനുകൾ, ഇൻട്രാക്റ്റീവ് ലേണിംഗ് അല്ലെ, സിമുലേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻട്രാക്റ്റീവ് ലേണിംഗ്, ഗ്ലോബൽ പിയർ നെറ്റ്വർക്കുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, വർക്ക് ബുക്കുകൾ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള വർക്ക് ബുക്കുകൾ, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുകയാണ്. മാത്രമല്ല അവർക്കൊരു നല്ലൊരു പിയറിനെ കിട്ടുക. ഏറ്റവും നന്നായി പഠിക്കുന്ന, ഏറ്റവും നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ഇടയിലേക്ക് അവർ വരികയാണ്. ആ കുട്ടികളോട് മത്സരിച്ച് അവർ പയറ്റിത്തെളിയാന്ന് പറയില്ലേ അല്ലേ. ഒരു ചെറിയ പ്രായം തൊട്ട് തന്നെ അവരിങ്ങനെ പയറ്റിത്തെളിഞ്ഞ് ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നല്ല രൂപത്തിൽ MCQ ഓറിയൻറ്റേഷനൊക്കെ കിട്ടി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണ് യഥാർത്ഥത്തിൽ എക്സാം വൈയുടെ ഫൗണ്ടേഷനിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ഫൗണ്ടേഷൻ പ്രോഗ്രാം അത് ജൂൺ 30 അതിൻ്റെ കംപ്ലീറ്റ് അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉള്ളവരും ഇനി ബാക്കിയുള്ളവരുമായിട്ടുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കമൻറ്റിൽ ആ ഒരു ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ മക്കൾക്കുള്ള നല്ലൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും, ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും എക്സാം വൈ ഫൗണ്ടേഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഗോളായി വെക്കുന്നത്
വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ലേണേഴ്സ് അല്ലേ, ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സ്, അതേപോലെ തന്നെ ഫ്യൂച്ചർ റെഡി ആയിട്ടുള്ള സ്റ്റുഡൻസ് പ്രിപ്പയർഡ് ഫോർ എനി കോമ്പറ്റേറ്റീവ് ചലഞ്ച്. ഏതെങ്കിലും ഒരു നീറ്റ് അല്ലെങ്കിൽ JEE എന്ന് പറയുന്ന ഏതെങ്കിലും ദ്വന്ദ്ങ്ങളിലേക്ക് അവരെ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് സയൻസിൻ്റെയും മാത്സിൻ്റെയും ഫണ്ടമെൻറ്റൽസ് ക്ലിയർ ആക്കിക്കൊണ്ട് അതേപോലെ തന്നെ അതിൽ അവർക്ക് കോമ്പറ്റേറ്റീവ് റെഡിയായി അവരെ മാറ്റുക. അതിൽ ഭാവിയിൽ ഏത് എക്സാംസ് വരികയാണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ല രൂപത്തിൽ കോൺഫിഡൻ്റായി അതിനെ ഫേസ് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ ഭാവി നീറ്റിൻ്റേതായിരിക്കില്ല, ഭാവി JEEയുടേതായിരിക്കില്ല. ഏത് വന്നാലും സയൻസിലും മാത്സിലും നല്ല ഫണ്ടമെൻറ്റൽസ് ഉള്ള കോമ്പറ്റേറ്റീവ് റെഡി ആയിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഫേസ് ചെയ്യാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തിയാൽ, അല്ലേ, നല്ല പ്രീമിയർ ഫസ്റ്റ് ഇയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തിയാൽ അവിടെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള അക്കാദമിക് എക്സ്പോഷറും അതേപോലെ തന്നെ അലുമിനി നെറ്റ്വർക്കുകളൊക്കെ കൊണ്ട് അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല നല്ല ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി ഈ ഒരു രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. 30-ാം തീയതി വരെയാണ് അതിൻ്റെ ഒരു ഡേറ്റ് ഉള്ളത്. നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ്, അവരെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടാത്ത കുട്ടികളുടെ അടുത്ത് മാത്രം പോയാൽ മതി. അവരോട് ചോദിച്ചാൽ മതി, അല്ലേ, ഞങ്ങൾ കുറച്ചൊന്ന് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് അവർ ഇപ്പോൾ ആത്മകഥം പറയാം. അതിനുള്ള ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കരുത്. നമ്മൾ നേരത്തെ തുടങ്ങിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്ന് പറയുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ എൻട്രൻസ് ക്രാക്ക് ചെയ്തവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ ഫ്യൂച്ചർ റെഡിയാക്കുക എന്നതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ വർഷത്തെ അഡ്മിഷൻ നമ്മൾ ഏകദേശം അതിൻ്റെ ക്ലോസിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൽ താല്പര്യമുള്ള മക്കൾക്ക് സയൻസിലും മാത്സിലൊക്കെ ഓറിയൻറ്റേഷനുള്ള അത്യാവശ്യം കാലിബറുള്ള കുട്ടികളാണ് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. കൂടുതൽ ഡീറ്റെയിലുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.